GST പരിഷ്കരണ പരാതികൾ പരിഹരിക്കാൻ ക്യാബിനറ്റ് സെക്രട്ടറി ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ടല്ലോ. ഒപ്പം തന്നെ ഈ BJPയുടെ ഒരു അഭിമാന പ്രശ്നം തന്നെയായിരുന്നു ഈ GST പരിഷ്കരണം എന്ന് പറയുന്നത്. അത് ആ പരിഷ്കരണം നടത്തിയ മോദി ഇന്ന് BJP MPമാർ അനുമോദിക്കുന്നുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി. BJPയെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച നീക്കങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ ഒരു ഏടെന്ന് തന്നെ നമുക്ക് ഈ GST പരിഷ്കരണത്തെ പറയാം. കാരണം പ്രധാനമന്ത്രി ചെങ്കോട്ടയിലാണ് GST പരിഷ്കരണം ഉണ്ടാകുമെന്ന് പറഞ്ഞത്. ദീപാവലി സമ്മാനമായി അത് എത്തുമെന്ന് പറയുന്നു. അത് കൃത്യമായി തന്നെ നടപ്പിലാക്കുന്നു. മാത്രമല്ല, നേരത്തെ തന്നെ BJPയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് GST സ്ലാബുകളുടെ എണ്ണം കുറയ്ക്കും എന്നുള്ളത്. അങ്ങനെയാണ് അത് 4-ൽ നിന്ന് 2ആയി മാറുന്നത്. സ്വാഭാവികമായും അതിന് വലിയ രീതിയിൽ വലിയ സ്വീകാര്യത പല മേഖലകളിൽ നിന്ന് ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നു. പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന ഒട്ടേറെ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുന്നു. നിർമ്മാണ മേഖലയ്ക്ക് കരുത്ത് പകരുന്നുണ്ട്. ഒപ്പം തന്നെ ഇലക്ട്രോണിക് മേഖലയ്ക്ക്, ചെറിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക്, ഇങ്ങനെ സാധാരണ ആളുകൾക്കും ഒപ്പം തന്നെ ഇടത്തരം കുടുംബങ്ങൾക്കുമൊക്കെ തന്നെ ഗുണകരമാകുന്ന ഒരു നീക്കമാണ് GST പരിഷ്കരണത്തിലേക്ക് ഉണ്ടായത്. പക്ഷേ അതിനൊരു ആശങ്ക വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കുവച്ചിരുന്നു. അതിന് പ്രധാനപ്പെട്ടതാണ് ഈ സൈക്കിൾ വിപണിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ്. സ്വാഭാവികമായും സൈക്കിളുകളുടെയൊക്കെ തന്നെ നികുതി 5% വന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിന്റെ നികുതി മറ്റ് ഘടകങ്ങളിൽ ഉണ്ടായിരുന്ന നികുതി നിലനിർത്തുകയാണ് ഉണ്ടായത്. അതായത് 18% അത് നിലനിർത്തുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് സ്പെയർ പാർട്സുകൾ, അതിന്റെ അസംസ്കൃത വസ്തുക്കളോ അതിന് ഉപയോഗിക്കേണ്ട യന്ത്ര സാമഗ്രികളൊക്കെ തന്നെ ഉപയോഗിക്കുമ്പോൾ അതിന് ഇത്തരം സാഹചര്യം ഉണ്ടാകുന്നു. ഇത് സമാനമായ രീതിയിൽ തന്നെ ട്രാക്ടറുകൾ, അത്തരം വാഹനങ്ങളുടെ കാര്യത്തിലും ഇതേ നിലപാട് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത്തരം ഒരു സാഹചര്യത്തിൽ അക്കാര്യത്തിലൊരു കൃത്യമായ നിലപാട് വേണം എന്നുള്ളതാണ് ഇത്തരം മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരൊക്കെ തന്നെ അവകാശപ്പെടുന്നത്, അതുമായി ബന്ധപ്പെട്ട വ്യവസായികൾ അവകാശപ്പെടുന്നത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ പരാതികൾ കൂടി പരിഹരിക്കുകയും കൃത്യമായ ഒരു നീക്കത്തിലേക്ക് എത്തുക, അതിന് എന്ത് പരിഹാരം ഇനി ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, GST നഷ്ടം സംബന്ധിച്ച് GST കൗൺസിൽ അംഗീകരിച്ച ചില തീരുമാനങ്ങളുണ്ട്. ആ കാര്യത്തിൽ ഇപ്പോഴും സംസ്ഥാനങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ നഷ്ടം പരിഹരിക്കാൻ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്? മാത്രമല്ല, 40% നികുതി ഏർപ്പെടുത്തിയ പുകയില ഉൽപ്പന്നങ്ങൾ അടക്കമുള്ളവയുണ്ട്. അവയുടെ നികുതി വരുമാനത്തിന് നല്ലൊരു ശതമാനം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ഇന്ന് പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവിധ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരാണ്, സെക്രട്ടറിമാരൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ആശങ്കകൾ വിവിധ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട, മേഖലയുമായി ബന്ധപ്പെട്ടതൊക്കെ തന്നെയുണ്ട്. അവരടക്കം തന്നെ മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ പ്രധാനമായും പരിഹരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അസംസ്കൃത വസ്തുക്കളുടെ, അതുമായി ബന്ധപ്പെട്ട സ്പെയർ പാർട്സുകൾ, മറ്റ് യന്ത്ര സാമഗ്രികൾ, ഇവയുടെയൊക്കെ തന്നെ വില കുറയാതെ എങ്ങനെയാണ് ഇത്തരത്തിൽ വന്ന ഈ മാറ്റം നടപ്പിലാക്കുക എന്നുള്ളതാണ് ചോദ്യം. അതിനെന്ത് പരിഹാരം ഈ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ശ്രീജ.